So finally, the high expectation of the movie, Toxic. നാല് നായകന്മാര് എന്തൊക്കെയായിരുന്നു നാല് നായകന്മാര്. ആ, അവര് ഇതാക്കുന്ന ഒരു പടം ഗീതു മോഹൻദാസ് പൊളിച്ചിട്ടുണ്ട്. ഈ സിനിമ ഗീതു മോഹൻദാസ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ എന്താ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റാർട്ടിങ് തന്നെ ഓൾമോസ്റ്റ് കൺഫേം ആയി ഇത് കയ്യിൽ നിന്ന് പോയ സാധനം തന്നെയാണ്. ടോട്ടലി വേസ്റ്റ് ഓഫ് ടൈം. എനിക്ക് ഒരു പോസിറ്റീവും ഒന്നും പറയാൻ പറ്റുന്നില്ല. നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് പറയണത്, പക്ഷെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. ഇപ്പൊ കാണാനുള്ളവരൊക്കെ ഇപ്പൊ ബുക്ക് ചെയ്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ പോയി കണ്ടിട്ട് ഇനി നിങ്ങൾ കമന്റ്സ് പറ എങ്ങനെയുണ്ടെന്ന്. ടോട്ടലി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി വേസ്റ്റ്. എൻ്റെ ടൈം പോയത് മാത്രം ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടം. ദുബായിൽ പ്രീമിയർ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ ഒന്നും പറയുന്നില്ല. ടോട്ടലി സൈലന്റ് ആയിരുന്നു തിയേറ്റർ മൊത്തം. ചില സീൻസ്, കുറെ സീൻസ് ഒക്കെ വരുമ്പോൾ ചിരിക്കാൻ ആൾക്കാർ ഇരുന്നിട്ട് എന്തൊരു ക്ലൈമാക്സിൽ എന്താ ഉണ്ടായിരുന്നു എനിക്ക് അറിയാം. ഒരു ഇല്യൂഷൻ മെത്തേഡ് കൊണ്ടുവന്നിട്ട് എന്ത്. എൻ്റെ പൊന്ന് യാഷെ, റോക്കിംഗ് സ്റ്റാർ യാഷെ, നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇതിൽ കൊണ്ട് തല വെച്ച് കൊടുക്കാനായിട്ട്? ഫുൾ ഓഫ് ഫെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഫുൾ ഓഫ് ഫെയിൽ ഈ സിനിമ. എൻ്റെ ഫുൾ ഓഫ് ടൈമും പോയി. ഞാൻ യാഷ് എന്ന നായകനെ ഇപ്പോഴും പറയുന്ന ആയിഷ എന്ന നായകൻ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ പെട്ടിയിലൊക്കെ കൊണ്ടുവന്ന് തല വെച്ച് കൊടുക്കാൻ പ്ലീസ്.